ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ബഹുമാന്യരായ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ UCM ഗോസ്പൽ മെസ്സേജിൻ്റെ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിൽ നിങ്ങളോട് ദൈവവചനം പങ്കുവയ്ക്കുവാനുള്ള അവസരവും സാഹചര്യങ്ങളും ലബ്ധമായതിൽ ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ദൈവവചനം പങ്കുവയ്ക്കുവാനായി എന്നെ ക്ഷണിച്ച UCM ഗോസ്പൽ മെസ്സേജിൻ്റെ അഡ്മിനായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ മാത്യു എബ്രഹാമിനോടുള്ള നന്ദിയും ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കോടുള്ള നന്ദിയും ഞാൻ അർപ്പിക്കുകയാണ്. കഴിഞ്ഞ പകൽക്കാലം വിവിധ സ്ഥാനങ്ങളിൽ വിശുദ്ധ സഭായോഗങ്ങളിൽ അറ്റൻഡ് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഈ സന്ധ്യാവേളയിൽ ദൈവവചനവുമായി ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവമൊരുക്കിയ നല്ല സാവകാശത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഈ ഗ്രൂപ്പിലൂടെ പല സന്ദർഭങ്ങളിൽ ദൈവവചനം പങ്കുവയ്ക്കുവാനുള്ള ഒരു അവസരം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. അവസരങ്ങളെല്ലാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഓർക്കുകയാണ്. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രിയായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായി അനുഗ്രഹീതമായ ഒരു ആത്മീയ സന്ദേശം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കാനിടയാകും. ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിപ്പാൻ ആവശ്യമായ സ്വർഗീയ സന്ദേശം അതാത് സന്ദർഭങ്ങളിൽ ദൈവം നമുക്ക് നൽകി ദൈവം നമ്മളെ പാലിക്കും. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ 21 ലേഖനങ്ങളെയും പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 14 ലേഖനങ്ങളെ അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളെന്നും ബാക്കിയുള്ള 7 ലേഖനങ്ങളെ പൊതുവായിട്ടുള്ള ലേഖനങ്ങൾ അഥവാ ജനറൽ എപ്പിസ്റ്റൽസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതിൽ വിശുദ്ധ യോഹന്നാനാൽ എഴുതപ്പെട്ട 3 ലേഖനങ്ങളുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ പുതിയ നിയമത്തിൽ 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പ്രതിപാദിക്കുന്ന അനുഗ്രഹീതമായ ഒരു സുവിശേഷം വിശുദ്ധ യോഹന്നാൻ മുഖാന്തരം എഴുതപ്പെടുവാനിടയായത്. തുടർന്ന് 3 ലേഖനങ്ങൾ യോഹന്നാനാൽ ദൈവസഭയ്ക്ക് കൈമാറ്റപ്പെട്ടു. ഭാവികാല സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകവും യോഹന്നാനാൽ രചിക്കപ്പെട്ടതാണ്. ഈ 3 ലേഖനങ്ങളിൽ ദൈവസഭയിലുള്ള ഓരോ ദൈവമക്കളും പ്രായോഗികമാക്കേണ്ട നിരവധി ആത്മീയ വിഷയങ്ങളെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന യോഹന്നാൻ പരിശുദ്ധാത്മാ നിവേശിതനായി എഴുതി വച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലനാൽ എഴുതപ്പെട്ട 3 ലേഖനമാണ്. ഈ 3 ലേഖനം വിശുദ്ധ ബൈബിളിലെ 64ാമത്തെ പുസ്തകമാണ്. ഒരു അധ്യായം മാത്രമുള്ള ഈ ലേഖനത്തിൽ 15 വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുതിയ നിയമത്തിലെ 25ാമത്തെ പുസ്തകമാണ് യോഹന്നാനാൽ എഴുതപ്പെട്ട 3ാമത്തെ ലേഖനം. ഈ ലേഖനത്തിൽ 3 വ്യക്തിത്വങ്ങളെ പരാമർശിക്കുന്നുണ്ട്. ആ 3 വ്യക്തിത്വങ്ങളെ
യോഹന്നാൻ പരാമർശിക്കുമ്പോൾ ദൈവസഭയ്ക്ക് ആ 3 വ്യക്തിത്വങ്ങളുടെ സ്വഭാവങ്ങളിലൂടെ ദൈവസഭയ്ക്ക് ചില ഉപദേശങ്ങൾ കൈമാറുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊരു പേഴ്സണൽ ലെറ്റർ ആണെങ്കിലും, വ്യക്തിപരമായി എഴുതപ്പെട്ട ഒരു ലേഖനമാണെങ്കിലും, ഒരു കത്താണെങ്കിലും, ഇത് പൊതുസഭയ്ക്ക് വേണ്ടിയുള്ള ഒരു ലേഖനമായിട്ട് നമുക്ക് ഗണിക്കുവാനായിട്ട് കഴിയും. ഗായോസ് എന്ന് പറയുന്ന വിശുദ്ധ യോഹന്നാനാൽ സ്നേഹിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന, താൻ ഹൃദയപൂർവം ഇഷ്ടപ്പെടുന്ന ഒരു സഹോദരനാണ് ഈ ലേഖനം എഴുതുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഗായോസ് എന്ന് പറയുന്ന വ്യക്തിയെ യോഹന്നാൻ ഈ ലേഖനത്തിൽ പറയുന്നത് പ്രിയ ഗായോസ് എന്നാണ്. പ്രിയനെ, പ്രിയ തുടങ്ങിയ വാക്കുകളാണ് താൻ ഉപയോഗിക്കുന്നത് എന്ന് കാണുവാൻ കഴിയുന്നത്. ബിലവഡ് എന്ന വാക്കാണ് ആംഗലേയ ഭാഷയിൽ നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാന് വളരെ സ്നേഹമുള്ള, ബഹുമാനമുള്ള, താൻ വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഗായോസ് എന്ന് നമുക്കിതിൽ കാണുവാൻ കഴിയും. രണ്ടാമത് ദിയോത്രഫോസ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പറയുന്നു. മൂന്നാമത് ദെമത്രിയോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ 3 വ്യക്തികളെ ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ 3 വ്യക്തികളിൽ വിശുദ്ധ യോഹന്നാൻ കണ്ട ഗുണങ്ങളും ദൈവവചന വിരുദ്ധമായ ചില വിഷയങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവമക്കൾക്ക് ചില ആത്മീയ ഉപദേശങ്ങൾ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അല്പസമയം ഈ 3 വ്യക്തികളെ കുറിച്ച് വിശുദ്ധ യോഹന്നാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും ധാരാളം സമയം നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതേപോലെയുള്ള സോഷ്യൽ മീഡിയകളിലൂടെ ദൈവവചന സന്ദേശങ്ങൾ ധാരാളമായി കേൾക്കുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. ഈ UCM മിനിസ്ട്രി കോവിഡിൻ്റെ വ്യാപനത്തിൻ്റെ പ്രാരംഭകാലം മുതൽ തന്നെ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ മാത്യുവിൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത ആ കാഴ്ചപ്പാട് പ്രകാരം ലോകത്തെ ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക് ആത്മീകമായി വളർച്ച പ്രാപിക്കുവാനും ദൈവകൃപ പ്രാപിക്കുവാനും വേണ്ടി പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയിലൂടെ അനേക പ്രിയപ്പെട്ടവർ ഇതിനോടകം ആത്മീക അനുഗ്രഹങ്ങളും ആത്മീക വളർച്ചയും പ്രാപിക്കുവാനിടയായി എന്നുള്ളതിൽ വളരെ സന്തോഷിക്കുകയും കർത്താവിന് മഹത്വം അർപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ 3-ാമത്തെ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. AD 90 എഫെസോസിൽ വെച്ച് ഈ ലേഖനം എഴുതിയത് എന്ന് പണ്ഡിതമതം. താൻ ഇപ്രകാരമാണ് തുടങ്ങുന്നത്: മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്. താൻ ഗായോസിനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസ് എന്ന പ്രയോഗം താൻ ഇവിടെ ഉപയോഗിച്ചത്. യോഹന്നാൻ വളരെ പ്രായമുള്ള ഒരു വ്യക്തിയാണ്. തൻ്റെ ആത്മീക ഉത്തരവാദിത്വത്തിലുള്ള എല്ലാ ദൈവമക്കളെയും സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട ആത്മീക ഉപദേശങ്ങൾ സമയാസമയങ്ങൾ കൊടുക്കുകയും അങ്ങനെ ദൈവമക്കളുടെ ആത്മീക വളർച്ചയ്ക്ക് ഉതകുന്ന ആത്മീക ശുശ്രൂഷ ചെയ്യുന്നതിൽ വളരെ കർമ്മോത്സുകനായിരുന്നു വിശുദ്ധ യോഹന്നാൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. താൻ എത്രത്തോളം ദൈവകൃപയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ
സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഈ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം. തൻ്റെ ഹൃദയം കവർന്ന, അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിന് സന്തോഷം ഉളവാക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു ഗായോസ് എന്നത്. അതുകൊണ്ട് തന്നെ ഗായോസിനെ കുറിച്ച് എനിക്ക് വളരെ സന്തോഷമാണ്. തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ വേണ്ടി താൻ പറയുന്നു, സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസ് എന്ന് പറയുന്നതായിട്ട്. രണ്ടാമത്തെ വാക്യത്തിൽ ഒന്നും കൂടെ തന്നെ എടുത്ത് ഉദ്ധരിക്കുകയാണ്, പ്രിയനെ. ഒരു ഇടയൻ്റെ തന്നെ ഏൽപ്പിച്ച ആടുകളോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായി നമുക്കിതിനെ കാണുവാൻ കഴിയും. പ്രിയനെ എന്നുള്ള വിളി, ബിലവഡ് എന്നുള്ള വിളി. എന്നിട്ട് യോഹന്നാൻ പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ശുശ്രൂഷകൻ്റെ യഥാർത്ഥ ചുമതലയാണ് ദൈവം തന്നെ വരമേൽപ്പിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി, ലോകം മുഴുവൻ ചിതറിപ്പാർക്കുന്ന സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ദൈവമക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരല്ല യഥാർത്ഥ സുവിശേഷ വേലക്കാരെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെടാത്ത ലോകത്തിലുള്ള അവിശ്വാസികളായ പ്രാകൃത മനുഷ്യർക്കും വേണ്ടി കൂടെ നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരാണ് കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ഭൃത്യന്മാരെല്ലാം. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടുകയും രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ അംഗമായിരിക്കുന്നവർ ക്രിസ്തുവിൽ വളരുകയും ചെയ്യുക എന്നുള്ളത് ഒരു ദൈവദാസൻ്റെ പ്രത്യേകമായ താല്പര്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. ഈ ഗായോസിന് വേണ്ടി താൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ വളരെ ചിന്തിക്കേണ്ട വാക്കുകളായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ്. നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ താൻ ഏത് വിഷയത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ഗായോസിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നു എന്ന ഒരു വ്യക്തമായ ഒരു ബോധ്യത യോഹന്നാനുണ്ട്. അത് ദൈവാത്മാവിനാൽ ലഭിച്ചൊരു ബോധ്യതയും അതോടൊപ്പം തന്നെ ഗായോസിനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ സാക്ഷ്യത്തിലൂടെയും ഗായോസിൻ്റെ പെരുമാറ്റങ്ങളിലൂടെയും തനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഗായോസിൻ്റെ അകത്തെ മനുഷ്യൻ അഥവാ ആത്മമനുഷ്യൻ, തൻ്റെ സ്പിരിറ്റ് ആരോഗ്യമുള്ളതാണ് എന്നുള്ള ആ തിരിച്ചറിവ്. അകത്തെ മനുഷ്യൻ ആരോഗ്യമുള്ളവനാണ്. ദൈവത്തിൻ്റെ മക്കൾക്ക് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ആരോഗ്യമുള്ളതായിരിക്കും. രക്ഷിക്കപ്പെടാത്ത സകല മനുഷ്യരുടെയും അകത്തെ മനുഷ്യൻ മരിച്ചു കിടക്കുകയാണ്. രക്ഷിക്കപ്പെട്ട മനുഷ്യൻ്റെ അകത്തെ മനുഷ്യൻ ജീവൻ പ്രാപിക്കും. ഇങ്ങനെ ജീവൻ പ്രാപിച്ചിരിക്കുന്ന അകത്തെ മനുഷ്യൻ ദൈനംദിനം ആത്മാവിൽ ബലപ്പെടണം, ആത്മാവിൽ ശക്തിപ്പെടണം, ആത്മാവിൽ പുതുക്കം പ്രാപിക്കണം. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ ദൈവവചനം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യും. എന്നാൽ മാത്രമേ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുകയുള്ളൂ. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവിലൂടെ ദൈവം പകർന്നു തരുന്ന ദൈവശക്തിയാൽ നിറയപ്പെടണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ അനുനിമിഷമുള്ള ഇടപാടുകളെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാൻ ഇടയായിത്തീരും. പ്രാർത്ഥനയാലും ദൈവവചന ധ്യാനത്താലും ദൈവവചനം ഭക്ഷിക്കുന്നതിലൂടെ പാനം ചെയ്യുന്നതിലൂടെയും
പരിശുദ്ധാത്മാവിൻ്റെ ഇടപാടുകളെ, സ്പന്ദനങ്ങളെ, ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് അത് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയും നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാൻ ഇടയായിട്ട്. വിശുദ്ധ പൗലോസ്ലീഗയും എഫെസോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എഫേസ് ലേഖനം 3-16 ഇങ്ങനെ പറയുന്നുണ്ട്: കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ദൈവമക്കളുടെ അകത്തെ മനുഷ്യനിലേക്ക് ദൈവശക്തി പരിശുദ്ധാത്മാ മുഖാന്തരം പകരുവാൻ വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പം ദൈവത്തിൻ്റെ മക്കളുടെ അകത്തെ മനുഷ്യൻ, ഇന്നർ മാൻ, ഇന്നർ ബീയിങ് ശക്തിപ്പെടണം. അങ്ങനെ ശക്തിപ്പെട്ടാൽ നിശ്ചയമായിട്ടും ദൈവത്തിന് പ്രസാദമുള്ള വാക്കുകളും പ്രവൃത്തികളും നമ്മളിൽ നിന്ന് നിർഗളിക്കും. അത് ഭുജിക്കുന്നവർ, അത് ആസ്വദിക്കുന്നവർ ദൈവകൃപ അനുഭവിക്കുവാനിടയായിത്തീരും. ഈ ഗായോസിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഇന്നർ മാൻ ശക്തിയുള്ളതാണ്. അതെങ്ങനെ മനസ്സിലായി എന്നുള്ള വിഷയം ഞാൻ തുടർന്ന് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തുടർന്നുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: ഗായോസ് സത്യത്തിൽ നടക്കുന്നവനായിരുന്നു. സത്യത്തിൽ നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഗായോസ്. He was walking in the truth. He was walking in the truth. അവൻ സത്യത്തിൽ നടക്കുന്നവനായിരുന്നു. ദൈവവചന സത്യങ്ങളിൽ ഒരു മനുഷ്യന് നടക്കണമെങ്കിൽ അവൻ്റെ ഇന്നർ ബീയിങ്, അകത്തെ മനുഷ്യൻ ശക്തിയുള്ളതായിട്ട് മാറും. അകത്തെ മനുഷ്യൻ്റെ ശക്തിയുള്ളവൻ മാത്രമേ ദൈവവചനത്തിൻ്റെ ആ സത്യത്തിൽ നടക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവമക്കൾ ഒരു കാര്യം തിരിച്ചറിയണം: നമ്മൾ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിന് മുമ്പ് വരെയും നമ്മുടെ ഇഷ്ടപ്രകാരം നാം ജീവിച്ചവരാണ്. ജഡത്തിനും അതിൻ്റെ മനോവികാരങ്ങൾക്കും അടിമകളായി ജഡിക തൃപ്തിക്കായി നാം ജീവിച്ചവരായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചു, വീണ്ടും ജനനം പ്രാപിച്ചു. വീണ്ടും ജനനം പ്രാപിച്ച നമുക്കൊരു കാര്യം അറിയാം: ഇനി നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കരുത്, മറിച്ച് ദൈവ വചനപ്രകാരം ജീവിക്കണം. രക്ഷിക്കപ്പെടുന്ന സമയം മുതൽ നിത്യതയിൽ ചേർക്കുന്നത് വരെയും നാം വചനത്തിൻ്റെ വഴികളിൽ ജീവിക്കാൻ വേർതിരിയപ്പെട്ടവരാണ്. ഈ ഗായോസ് സത്യത്തിൽ നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. താൻ സത്യത്തിൽ നടക്കുന്നു എന്നുള്ളത് തൻ്റെ വാക്കുകളിലൂടെയല്ല യോഹന്നാൻ മനസ്സിലാക്കി, മറിച്ച് മറ്റുള്ളവർ, മറ്റ് സഹോദരന്മാരെ തന്നെക്കുറിച്ച് പറഞ്ഞൊരു സാക്ഷ്യം കൂടെയാണ് ഗായോസ് സത്യത്തിൽ നടക്കുന്നു എന്നുള്ളത്. ആമേൻ എന്ന് മറ്റുള്ളവർ സാക്ഷ്യം പറഞ്ഞു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന ഒരു വിഷയം. അടുത്തതായിട്ട് നമ്മളിവിടെ കാണുന്നത് യോഹന്നാൻ പറയുകയാണ്: എൻ്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം എനിക്കില്ല. ആമേൻ. ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ, പഠിപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, ശുശ്രൂഷിക്കുന്ന സഭകളിലുള്ള ദൈവമക്കൾ, അവർ പാർക്കുന്ന ദേശത്തും അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും അവർ പഠിക്കുന്ന കലാലയങ്ങളിലുമൊക്കെ ദൈവവചനപ്രകാരം ജീവിക്കുന്നുവെന്ന് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അവർണ്ണനീയമാണ്. ആ സന്തോഷമാണ് യോഹന്നാൻ ഇവിടെ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ ഗായോസിനെ കുറിച്ച് പറയുന്നത്, ഗായോസ്
അതിഥികളെ സൽക്കരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ ലേഖനമൊക്കെ എഴുതപ്പെടുന്ന പശ്ചാത്തലം നമുക്കറിയാം. റോമൻ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിന് കീഴിൽ ജീവിച്ചിരുന്നവരാണ് ആ കാലഘട്ടത്തിലുള്ള വ്യക്തി. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ജനങ്ങൾ കടന്നു വരുവാനായിട്ട് തുടങ്ങി. യെരൂശലേം തുടങ്ങി പല ഭാഗങ്ങളിലേക്ക് സഭകളൊക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആത്മീക ശുശ്രൂഷകളിൽ വ്യാപൃതരായവർ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് ദൈവവേല ചെയ്യുന്നവരും യാത്ര ചെയ്യുന്ന വിശ്വാസ സമൂഹങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ യാത്ര ചെയ്യുന്നവർ കിലോമീറ്ററുകളൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. മൈലുകൾ താണ്ടിയാണ് അവർ യാത്ര ചെയ്യുന്നത്. അതിൻ്റെതായ ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടാകും. ആ കാലഘട്ടത്തിൽ ഒരു വിശ്വാസിയെ അവിശ്വാസികൾ ഉൾക്കൊള്ളുകയില്ല. അവിശ്വാസികൾ അവരെ സൽക്കരിക്കുകയോ അവർക്ക് വേണ്ട പരിചരണങ്ങൾ കൊടുക്കുകയോ ചെയ്യുന്നതിൽ താല്പര്യമില്ലാത്തവരായി. ഒരു വിശ്വാസിക്ക് ഒരാശ്വാസം ലഭിക്കുന്നത് മറ്റൊരു വിശ്വാസിയുടെ ഭവനത്തിൽ ചെല്ലുമ്പോഴാണ്. അങ്ങനെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് വരുന്ന ദൈവത്തിൻ്റെ മക്കളെ തൻ്റെ ഭവനത്തിൽ ചേർത്ത് അവരെ സൽക്കരിക്കുന്ന ഒരു ആതിഥേയത്വ മര്യാദയുള്ള ഒരു വ്യക്തിയായിരുന്നു ഗായോസ് എന്ന് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി വേർതിരിയപ്പെട്ട ദൈവജനത്തെ സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും ബഹുമാനിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് ഗായോസിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു പാഠമാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ് വിശ്വാസത്തിൻ്റെ പെർഫെക്റ്റ് മോഡൽ. സമ്പൂർണമായ മാതൃക നമ്മുടെ കർത്താവ് യേശുവാണ്. അപ്പോൾ തന്നെ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായി തീർന്നിരിക്കുന്നത്, ഞാനല്ല ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുവാൻ കഴിയുന്ന ആ വീണ്ടുജനനത്താൽ പുതിയ സൃഷ്ടികളാക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ പ്രതിഫലിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ അർത്ഥത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിച്ച വിശുദ്ധന്മാരുടെ ജീവിതത്തിൻ്റെ ഗുണഗണങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവമക്കൾക്ക് അത് അനുകരിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ കർത്താവാണ് പൂർണ്ണ മാതൃക. അപ്പോൾ തന്നെ സകല വിശുദ്ധന്മാരിലും അനുകരിക്കാൻ കൊള്ളാകുന്ന പല മാതൃകകൾ നമുക്ക് കാണുവാൻ കഴിയും. അതിനെ നമ്മൾ നോട്ട് ചെയ്യുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യുവാൻ നമ്മൾ ഉത്സാഹിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഗായോസിനെ കുറിച്ച് അതിഥികളായി ഗായോസിനോടുകൂടെ പാർത്തവർക്ക് എടുത്തു പറയാൻ കഴിയുന്ന നല്ല സാക്ഷ്യങ്ങളുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ ഗായോസിൻ്റെ ഭവനത്തിൽ ചെന്നതും അവിടെ വിശ്രമിച്ചതും ഭക്ഷിച്ചതും പാനം ചെയ്തതും ഒരന്തി ഉറങ്ങാനൊക്കെ അവസരം ലഭിച്ചത്, അവിടെ പാർത്തുകൊണ്ട് കർത്താവിനെ സേവിക്കാനൊക്കെ ഭാഗ്യം ലഭിച്ചത് അവർക്ക് വലിയ സന്തോഷമുളവാക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന എല്ലാ ഭക്തന്മാരെയും സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ഉൾക്കൊള്ളുന്ന, സൽക്കരിക്കുന്ന, വേണ്ട കൈത്താങ്കൽ കൊടുക്കുന്ന, പരിചരണങ്ങൾ കൊടുക്കുന്ന ഒരു നല്ല ഹൃദയത്തിന് ഉടമയായിരുന്നു ഗായോസ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. അതിലൊക്കെ താൻ വിശ്വസ്തത പുലർത്തിയ ഒരു മനുഷ്യനായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതുമാത്രമല്ല, അങ്ങനെയുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. തനിക്കുള്ളതിൽ നിന്ന് തൻ്റെ പ്രാപ്തിക്കും ഇതേ അങ്ങനെയുള്ളവരെ ബഹുമാനിക്കുകയും സൽക്കരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഗായോസ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഗായോസ് ഇത്ര അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി ആ സഭയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ തന്നെ അതേ ആത്മീക ലോകത്തിൽ ഇതിന് വിരോധമായി ജീവിക്കുന്നവരും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എക്കാലഘട്ടത്തിലും ദൈവത്തെ നിഷ്കളങ്ക ഹൃദയത്തോടെ സേവിക്കുന്നവരും
സേവിക്കാത്തവരും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആത്മലോകത്തിൽ തന്നെ ദൈവത്തെ ഭയപ്പെട്ടും ദൈവവഴികളിലും നടക്കുന്ന ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കുന്നവരുള്ളപ്പോൾ തന്നെ അതിന് വിരോധമായി ജീവിക്കുന്നവരെയും നമുക്ക് കാണുവാൻ കഴിയും. അത് കാണുമ്പോൾ അതിശയിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയം പങ്കുവയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാം പ്രാപിച്ച പരിജ്ഞാനത്തിന് വിരോധമായി നടക്കുന്നവരെ കാണുമ്പോൾ ദൈവിക പരിജ്ഞാനത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിച്ച് താല്പര്യപ്പെടുന്ന ദൈവമക്കൾ അങ്ങനെയുള്ളവരെ കണ്ട് പകച്ചു പോകരുത്. അങ്ങനെയുള്ളവരും ആത്മലോകത്തിലുണ്ട് എന്നുള്ളത് നിസ്സംശയമായിട്ട് വേദപുസ്തകം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ദിയോത്രഫോസ് എന്ന് പറയുന്ന ആൾ. 9-ാമത്തെ വാക്യത്തിൽ ഇവിടെ കാണുന്നത്, സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരിക്കുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയോത്രഫോസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. ഉണ്ടോ? ഗായോസ് എന്ന് പറയുന്ന ഭക്തൻ യോഹന്നാനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആ നേതൃത്വത്തെ, ദൈവമാക്കി വെച്ച നേതൃത്വത്തെ അംഗീകരിക്കുകയും അവരുടെ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ദിയോത്രഫോസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ അതിന് വിരുദ്ധമായ പെരുമാറ്റങ്ങളാണ് തന്നിൽ നിന്ന് പുറത്തു വന്നത്. താൻ വിശുദ്ധ യോഹന്നാനെ കൂട്ടാക്കുന്നു പോലുമില്ലെന്നാണ് പറയുന്നത്. നേതൃത്വത്തിന് കീഴടങ്ങുവാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു മനുഷ്യൻ ആത്മലോകത്തിലാണ്, പക്ഷേ ദൈവം ആക്കി വച്ചിരിക്കുന്ന നേതൃത്വത്തിന് കീഴടങ്ങുവാൻ താല്പര്യമില്ലാത്ത ഒരു പ്രകൃതമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു നിഗള സ്വഭാവം, അഹങ്കാരപരമായ പെരുമാറ്റം. അതുകൊണ്ട് വിശുദ്ധ പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്ന കാര്യം നിങ്ങൾക്കറിയാം. പത്രോസ് 5-ാം അധ്യായത്തിൽ ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീരെന്നാണ്, നിഗളികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു എന്നവിടേക്കാണ്. ഇദ്ദേഹത്തെ നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്ന ഒരു വിഷയം എന്താണെന്നറിയാമോ? അദ്ദേഹം സ്വയം നേതാവായിട്ട് ചമയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ദൈവത്താൽ വിളിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല, സ്വയം നേതാവായിട്ട് ചമയുന്ന വ്യക്തി. അങ്ങനെയുള്ളവർ ദുരാഗ്രഹത്തോടുകൂടെ പ്രവർത്തിക്കും. അവർക്ക് സെൽഫിഷ് മോട്ടിവേഷൻസ് ഉണ്ടാകും, വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ അവർക്കുണ്ടാകും എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ദൈവസഭയ്ക്കകത്ത് ദൈവത്താൽ വിളിക്കപ്പെട്ട് നിയോഗിക്കപ്പെടുന്നവരാണ് ആത്മീക ശുശ്രൂഷകൾ ചെയ്യേണ്ടതും നേതൃത്വം വഹിക്കേണ്ടതും. എന്നാൽ അതിന് വിരോധമായി സ്വയമായിട്ട് നേതാവ് കളിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവമാണ് തനിക്കിവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്വയമായിട്ട് നേതാവ് കളിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് താൻ എന്ത് ചെയ്യാണ്? അപ്പോസ്തലന്മാരുടെ വാക്കുകളെ കൂട്ടാക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ അപ്പോസ്തലന്മാരെ ദുർവാക്കുകൾ പറഞ്ഞ് അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ അപ്പോസ്തലന്മാരെ അപമാനിക്കുവാനും താറടിക്കുവാനും ശ്രമിക്കുന്നു. ദുർവാക്കുകൾ പറയുന്ന ഒരു മനുഷ്യനാണ്. 10-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, അവൻ ദുർവാക്കുകൾ പറയുന്നവരാണ്. മറ്റുള്ളവരെ ഇക്കഴ്ത്തി പറയുന്ന, അപമാനിക്കത്തക്കവണ്ണം പറയുന്ന ഏതൊരു വ്യക്തിയും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനല്ല. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ച, ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നവർക്ക് മറ്റൊരാളെ ദുർവാക്കുകൾ പറയാനും മറ്റുള്ളവരുടെ മുമ്പിൽ ഇകഴ്ത്താനും അപമാനിക്കാനും സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. സ്തോത്രം. ഇവിടെ ഈ ദിയോത്രഫോസ് എന്ന് പറയുന്ന ആള് അതിനൊരു അപവാദമായിട്ട് നിലകൊള്ളുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുമാത്രമല്ല, ആരെങ്കിലും ഈ കടന്നു വരുന്ന യോഹന്നാനാലും അടക്കപ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന കർത്താവിനെ സേവിക്കുന്ന വിശുദ്ധന്മാർ, അതിഥികളായിട്ടുള്ളവർ വരുമ്പോൾ അദ്ദേഹം സ്വീകരിക്കത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അവരെക്കുറിച്ച് അപവാദം പറയുക മാത്രമല്ല, ആരെങ്കിലും സ്വീകരിക്കാൻ താല്പര്യപ്പെട്ടാൽ അവരെ
വിലക്കുന്ന ഒരു സ്വഭാവം കൂടെ അദ്ദേഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, താൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും ചെയ്യും. അങ്ങനെ ആരെയെങ്കിലും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, ഇദ്ദേഹം അറിഞ്ഞാൽ അവിടെ ഒരു കലാപമുണ്ടാക്കി, വഴക്കുണ്ടാക്കി, അങ്ങനെ സ്വീകരിച്ചവരെ മുടക്കുന്ന ഒരു സ്വഭാവം കൂടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ദൈവസഭയ്ക്ക് നിശ്ചയമായിട്ടും അടുക്കും ചിട്ടയുണ്ടാകണം, ഡിസിപ്ലിൻ ഉണ്ടാകണം. പക്ഷേ ജഡീകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് അനുവാദമില്ല. വചനാനുസൃതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനേ അനുവാദമുണ്ട്. ഇതിൻ്റെ 2-ാം ലേഖനം നിങ്ങൾ പഠിക്കുമ്പോൾ ദുരുപദേശകന്മാരെ സ്വീകരിക്കരുത് എന്ന് യോഹന്നാൻ പറയും. പക്ഷെ 3-ാമത്തെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കണമെന്നും ഉൾക്കൊള്ളണമെന്നും അവരെ സൽക്കരിക്കണമെന്നും അവരെ പരിചരിക്കണമെന്നും അവർക്ക് വേണ്ടത് കൊടുത്ത് അവരെ അടക്കണമെന്നും ഒക്കെ നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ്. അങ്ങനെയുള്ള സ്വഭാവം ദൈവമക്കൾക്കുണ്ടാകണം എന്നാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. ഞാനിവിടെ ഒരു ഉപദേശം തരാം. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോൾ അറയ്ക്കും എന്നൊരു പഴമൊഴിയുണ്ട്. ഏതെങ്കിലും കള്ളപ്രവാചകന്മാരോ കള്ളപ്പോസ്തലന്മാരോ കള്ളയിടയന്മാരാലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിട്ട ഒരനുഭവമുള്ളവർ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദേശം തരികയാണ്. നിങ്ങൾ ആത്മാക്കളെ വിവേചിക്കണം. ദൈവത്തിൽ നിന്ന് തന്നെയാണോ എന്ന് പരിശോധിക്കണം. ദൈവത്തിൽ നിന്നല്ല എന്ന് ബോധ്യമായാൽ അവരിൽ നിന്ന് നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ഓടിയണം. എന്നാൽ ഒരേ കണ്ണുകൊണ്ട് എല്ലാവരെ കാണരുത്. എല്ലാവരും ഒരേ ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്നവരല്ല. അശുദ്ധാത്മാവിനെ നിയന്ത്രിക്കപ്പെടുന്നവരുണ്ട്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്നവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരും അടക്കപ്പെടുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവരെ തിരിച്ചറിയാനും അങ്ങനെയുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കുവാനും തയ്യാറായി. ഒരിക്കലും ആത്മീക ശുശ്രൂഷകളും സഭയുടെ നേതൃത്വപരമായ ശുശ്രൂഷകളും ഒരു വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ നിർവഹിക്കാൻ പാടില്ല. മറിച്ച് അതിനൊക്കെ ഒരു ആത്മനിയോഗം വേണം, പരിശുദ്ധാത്മ നടത്തിപ്പ് വേണം. അങ്ങനെ ആത്മനടത്തിപ്പിലല്ലാതെ ഒരു ശുശ്രൂഷയും ചെയ്യാൻ പോകരുത്. ഒരു നേതൃത്വം വഹിക്കാനായിട്ട് തയ്യാറാകരുത്. ദൈവം നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നെങ്കിൽ, ദൈവം നിങ്ങളെ ആക്കുന്നുവെങ്കിൽ, ദൈവമാക്കുന്നതിനോട് പുറംതിരിഞ്ഞ് നടക്കരുത്. സന്തോഷത്തോടെ താഴ്മയോടെ അതൊരു പദവിയായി കണ്ടുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവസഭയ്ക്കകത്തുള്ള എല്ലാ ശുശ്രൂഷകളും നിങ്ങൾ ചെയ്യുന്നവരായിട്ട്, വിശ്വസ്തയോടെ ചെയ്യുന്നവരായിട്ട് മാറണം. പക്ഷേ സ്വയംകൃതമായിട്ടൊന്നും ചെയ്യരുത് കേട്ടോ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത് എന്ന് വിശുദ്ധ പൗലോസും റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരായി ദൈവത്തിൻ്റെ മക്കൾ മാറണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഗായോസിനോട് പറയുന്ന വാക്ക് കണ്ടോ? ശ്രദ്ധിച്ച്, പ്രിയനെ, നന്മയല്ലാതെ തിന്മയെ അനുകരിക്കരുത്. ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും തിന്മ ചെയ്യരുത്. വചനവിരുദ്ധമായ ഒരു വിഷയത്തിലും ഏർപ്പെടരുത്. നന്മ ചെയ്യുന്നവരായിരിക്കണം, തിന്മ ചെയ്യാനും പാടില്ല. അത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത പറയുകയാണ് യോഹന്നാൻ, നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവരാകും, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കണ്ടുമുട്ടുന്ന, ദൈവത്തിൽ നിന്ന് ചരിക്കുന്ന ഒരു വ്യക്തിക്ക് തിന്മ ചെയ്യാൻ കഴിയത്തില്ല, നന്മ ചെയ്യാനേ സാധിക്കത്തുള്ളൂ. ഒരുപക്ഷെ തിന്മയെ അനുഭവിച്ചാൽ പോലും തിന്മയെ നന്മ കൊണ്ട്
അതിജീവിക്കുന്നവരും ജയിക്കുന്നവരുമാണ് ദൈവത്തിൻ്റെ മക്കൾ. അതുകൊണ്ട് നിങ്ങൾക്ക് തിന്മ ലഭിച്ചാൽ പോലും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരും ദൈവത്തെ കണ്ടവരും ദൈവത്താൽ നയിക്കപ്പെടുന്നവരുമാണെങ്കിൽ നിങ്ങളിൽ നിന്ന് നന്മയല്ലാതെ തിന്മയൊന്നും പുറപ്പെട്ടു വരരുത് എന്ന് പറഞ്ഞിട്ട് ദെമോത്രിയോസിനെ കുറിച്ച് പറയുന്നതായി ഇവിടെ കാണുന്നു. ദെമോത്രിയോസ് എന്ന് പറയുന്ന ആള് അദ്ദേഹം മറ്റുള്ളവരാൽ നല്ല സാക്ഷ്യമുള്ള വ്യക്തിയായിരുന്നു. അതുമാത്രമല്ല, താൻ സത്യത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നവിടെ കാണും. മറ്റുള്ളവർ സാക്ഷ്യം പറയും മാത്രമല്ല, വിശുദ്ധ യോഹന്നാൻ താൻ ഉൾപ്പെടുന്ന ആത്മീക നേതൃത്വത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഞങ്ങളും സാക്ഷ്യം പറയുന്നു, ഞങ്ങളുടെ സാക്ഷ്യം സത്യമാകും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ നാവല്ല, മറ്റുള്ളവരുടെ നാവ് നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയാൻ കഴിയുന്ന ഒരു ആത്മീക ജീവിതം നിങ്ങൾ നയിക്കുന്നവരായിട്ട് മാറും. അതിന് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണെന്ന് പറയട്ടെ, വളരെ ചുരുക്കി ഞാൻ പ്രാർത്ഥിക്കാം. എന്താണെന്നറിയാമോ? നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഇന്നർ മാൻ നാൾക്ക് നാൾ ശക്തി പ്രാപിക്കണം. നിങ്ങളുടെ അകത്തെ മനുഷ്യ ശക്തി പ്രാപിച്ചാൽ നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തികളും ദൈവനാമ മഹത്വത്തിനും മറ്റുള്ളവരുടെ ആത്മീക വളർച്ചയ്ക്കും മറ്റുള്ളവർ കർത്താവിനെ കണ്ടുമുട്ടുന്നതിനും അതൊരു നിമിത്തമായി മുഖാന്തരമായി അത് മാറും എന്നുള്ള സംശയമില്ല. ഗായോസിനെ കുറിച്ച് ദൈവവും ഭാഗ്യം പ്രാർത്ഥിക്കുമ്പോൾ, ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യോഹന്നാൻ പറയാണ്, മോനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കും, അതുപോലെ നിന്റെ ശരീരവും സൗഖ്യമുള്ളതായിരിക്കണമെന്നും നിന്റെ എല്ലാ ഭൗതിക തലങ്ങളും അനുഗ്രഹമുള്ളതായിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആത്മാവ് ശുഭമായിരിക്കുന്ന ഒരു മനുഷ്യനെ ആരോഗ്യമുള്ളവനായിരിക്കണമെന്നും അവന് സാമ്പത്തികമുള്ളവനായിരിക്കണമെന്നും അഭിവൃദ്ധിയുള്ളവനായിരിക്കണമെന്നും ഒക്കെ യോഹന്നാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയാം, ഒരാൾ ആത്മാവിൽ ബലമുള്ളവനാണെങ്കിൽ, അവൻ്റെ ശരീരം ആരോഗ്യമുള്ളതാണെങ്കിൽ, ആ ശരീരത്തിൽ അവനെ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ സാക്ഷിയായി പ്ലേസ് ടു പ്ലേസ് സഞ്ചരിച്ച് അനേക വ്യക്തികളോട് കർത്താവിൻ്റെ സാക്ഷിയായി കർത്താവിൻ്റെ നാമമഹത്വത്തിൽ ജീവിക്കാൻ കഴിയും. ആത്മാവിൽ ബലമുള്ള ഒരു വിശുദ്ധന് പണം ലഭിച്ചാൽ ആ പണം ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേസമയം ആത്മാവിൽ ബലമില്ലാത്ത ഒരു മനുഷ്യന് ആരോഗ്യം ഉണ്ടായതുകൊണ്ടോ പണമുണ്ടായതുകൊണ്ടോ യാതൊരു പ്രയോജനമില്ല. അവന് വേണ്ടി മാത്രം അത് ഉപയോഗിക്കും. കുറച്ചും കൂടെ പറഞ്ഞാൽ അവൻ്റെ ജഡത്തിൻ്റെ ഉല്ലാസത്തിനും താല്പര്യത്തിനും സന്തോഷത്തിനും വേണ്ടി അവൻ ഉപയോഗിക്കും. അങ്ങനെ അവൻ മറ്റുള്ളവർക്ക് ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കായിട്ട്, കർത്താവിലേക്ക് വരുന്നതിൻ്റെ ഒരു തടങ്കൽ പാറയായിട്ട് അവൻ മാറും. അങ്ങനെ ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത് കേട്ടോ. നമ്മളെ കർത്താവ് വിളിച്ചത് ആത്മാവിൽ ആരോഗ്യമുള്ളവരായി, ദൈവകൃപയുള്ളവരായി, നല്ല സാക്ഷ്യമുള്ളവരായി, സത്യത്തിൽ നടക്കുന്നവരായി, വിശ്വസ്തരായി, മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നവരായി, മറ്റുള്ളവരെ സൽക്കരിക്കുന്നവരായി, സ്നേഹിക്കുന്നവരായി, മറ്റുള്ളവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നവരായി കർത്താവിന് വേണ്ടി ജീവിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഗായോസിൻ്റെ നല്ല സ്വഭാവങ്ങളെ അനുകരിക്കാം, അതുപോലെ ദെമോത്രിയോസിൻ്റെ നല്ല സ്വഭാവങ്ങളെ അനുകരിക്കാം, വിശുദ്ധ അപ്പോസ്തലനായ യോഹന്നാൻ്റെ നല്ല സ്വഭാവങ്ങളെ നമുക്ക് അനുകരിക്കാം. എന്നാൽ നമ്മൾ ഒരിക്കലും ദിയോത്രഫോസിനെ പോലെയുള്ള സ്വയം നേതാവായി ചമയുന്ന, സ്വന്തം ബുദ്ധിക്കനുസരിച്ചും ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന അനാത്മികരെ പോലെ മറ്റുള്ളവരെ ദുർവാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ ഇകഴ്ത്താൻ വേണ്ടി, അപമാനിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയകളിലൂടെ, പല മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരെ അപമാനിക്കുന്ന വ്യക്തികളുടെ സ്വഭാവ വൈകല്യങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് ദൈവവചന പ്രകാരം ജീവിക്കുവാൻ ഈ തലമുറയിൽ നമ്മൾ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ നാളുകൾ കഴിയുന്തോറും നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുകയും കർത്താവിനോടുള്ള ബന്ധത്തിൽ വർദ്ധിക്കുകയും
ദൈവരാജ്യത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുവാൻ കഴിയുകയും കാഹളധ്വനിയിങ്കൽ കർത്താവിനോടുകൂടെ പോകുവാനും നമുക്ക് സാധിക്കും. ആ ഉറപ്പും ധൈര്യമുള്ളവരായി ജീവിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലും അടച്ചു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രശ്നം അഭിമുഖീകരിക്കുന്നെങ്കിലും ആ പ്രശ്നത്തിനെല്ലാം പരിഹാരം ദൈവം വരുത്താൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക, ആത്മശക്തി പ്രാപിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുക. ആമേ ദൈവഹിതപ്രകാരം നല്ല സാക്ഷ്യമുള്ളവരായി ജീവിക്കുക. നിശ്ചയമായി നിങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം വരും. നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറും. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതിജീവിക്കും. വെല്ലുവിളികൾ നിങ്ങൾ അതിജീവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹവാനും പരിശുദ്ധനുമായ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ അങ്ങയുടെ വചനം പങ്കുവയ്ക്കുവാനുള്ള ഒരവസരം നൽകിയ സ്നേഹത്തിനായി നന്ദി. ഇതിന് നേതൃത്വം കൊടുക്കുന്ന കർത്തദാസനെയും തൻ്റെ കുടുംബത്തെയും തന്നെ ഏൽപ്പിച്ച എല്ലാ ആത്മീക പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ഈ സമയം ദൈവമേ അറ്റൻഡ് ചെയ്ത പ്രിയപ്പെട്ടവർക്കായി, ഇനി ഇത് കാണുവാനും കേൾക്കാൻ പോകുന്നവർക്കായ സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരകത്തെ മനുഷ്യൻ ശക്തിപ്പെടട്ടെ. കർത്താവിന് വേണ്ടി അവർ പ്രയോജനമുള്ളവരായി മാറട്ടെ. ഗായോസിനെ പോലെ നല്ല സ്വഭാവത്തിനുടമകളായി മാറട്ടെ. അപ്പോസ്തലനായ യോഹന്നാനെ പോലെ ആമേ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി മാറട്ടെ. ദെമേത്രിയോസിനെ പോലെ ദൈവിക സ്വഭാവത്തിനുടമകളായി മാറട്ടെ. ഒരിക്കലും ദിയോത്രഫോസിനെ പോലെയുള്ള വചനവിരുദ്ധമായി ജീവിക്കുന്നവരെ അനുകരിക്കാതെ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ എല്ലാവർക്കും കൃപ കൊടുക്കണം. രോഗികൾക്ക് സൗഖ്യം നൽകണം. വ്യാധികളിൽ നിന്ന് വിടുവിക്കണം. മരണഭയം വിട്ടുപോട്ടെ. ആത്മഹത്യാ ചിന്തകൾ മാറിപ്പോകട്ടെ. കുടുംബ കലഹങ്ങൾ വിട്ടുമാറട്ടെ. ബിസിനസ്സിലും ജോലിയിലും പഠനങ്ങളിലും ബന്ധങ്ങളിലും അഭിവൃദ്ധിയും വിശാലതയും നൽകി മാനിക്കണം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മക്കളെല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ കരം നീട്ടിനായി നന്ദി. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗ്ഗപിതാവേ. ആമേൻ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് അവസരം തന്ന കർത്തദാസനോട് ഒരിക്കൽ കൂടെ നന്ദി അർപ്പിക്കുന്നു. ഈ ഫേസ്ബുക്ക് ലൈവിലൂടെയുള്ള ഈ മെസ്സേജ് കേട്ട ഇനിയും കേൾക്കാൻ പോകുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you. God bless you. Amen.